നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു നല്ല വിശേഷം നടക്കാനായിട്ട് പോവാണ്. രോഹിത് തെറ്റുകാരനുള്ള സത്യങ്ങളൊക്കെ അങ്ങനെ പുറത്തു വരുവാണ്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു അലീനയും ശരണ്യയും കൂടെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ശരണ്യയും കൊണ്ട് ക്ഷേത്രത്തിലൊക്കെ വന്ന് അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അലീന് പറഞ്ഞു നമുക്കിവിടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുക. എത്രയും പെട്ടെന്ന് ശരണ്യയുടെ മനസ്സ് നേരെ കൊണ്ടുവരണം, നേരെ ആക്കണം. കൈവിട്ട് പോയിരിക്കുന്ന അവളുടെ മനസ്സിനെ നേരെ ആക്കുവാണെങ്കിൽ തന്നെ പകുതി ആശ്വാസമായി. ഇപ്പം തന്നെ അവൾ ഏറെക്കുറെ ആ പഴയ കാര്യങ്ങളിൽ നിന്ന് മോചനം നേടിയിട്ടുണ്ടായിരുന്നു. ഇനി അത് പൂർണ്ണമാക്കണം. അതുകൊണ്ടാണ് അവളുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അലീന ക്ഷേത്രത്തിൽ വന്നതും പിന്നെ അവളോട് സംസാരിക്കുന്നതൊക്കെ. പിന്നീട് അവിടെ ഇരുന്ന സമയത്ത് അലീന പറഞ്ഞു, മോൾക്ക് സങ്കടമായെന്ന് ചോദിച്ചു. എന്ത്? അല്ല, വരുന്ന വഴിക്കൊക്കെ ഓരോരുത്തർ ഓരോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലേ ചേച്ചി, അതെ ചേച്ചി എൻ്റെ കൂടെ ഉള്ളായിരുന്നുകൊണ്ട് എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ചേച്ചി അവരെയൊക്കെ നേരിട്ട് കണ്ടപ്പം എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ? എൻ്റെ ആരുമല്ല ചേച്ചി, എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി ഇത്രമാത്രം റിസ്ക് എടുക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞു, അതൊന്നും സാരമില്ല, കാരണം നിന്നെ എനിക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണമെന്നോ വാശിയുണ്ടായിരുന്നു, അതുകൊണ്ടാന്ന് പറഞ്ഞു. നീ ഇനിയിപ്പോൾ ഒന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ, പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് പേടിക്കണ്ട. തെറ്റ് ചെയ്തവർക്കൊക്കെ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടും. നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പം ശരണ്യ ചോദിച്ചു, അല്ല ചേച്ചി മിക്കപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്ന ചേച്ചി ജോലി ചെയ്യുന്ന വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. അത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് നിന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണമെന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, ആ വീട്ടിലെല്ലാവരും ഇപ്പോൾ വിഷമത്തിലാണ്, കാരണം രോഹിത്തിൻ്റെ കാര്യം ഓർത്തിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യ പറഞ്ഞു, ചേച്ചി എനിക്ക് ചേച്ചിയോടൊരു കാര്യം തുറന്നു പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ മോളെ, എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ ആ ചേച്ചി ജോലി ചെയ്യുന്ന വീട്ടിലെ ആ ചെറുക്കനുണ്ടല്ലോ രോഹിത്ത്, രോഹിത് ഇതിനകത്ത് പ്രതിയാണല്ലോ, മോള് പറഞ്ഞോളാൻ പറഞ്ഞു. അത് പിന്നെ രോഹിത് എന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഉപദ്രവിച്ചിട്ടില്ലെന്നോ? അതെ ചേച്ചി, സത്യവാ, രോഹിത് എന്നെ ഉപദ്രവിച്ചിട്ടില്ല. കാരണം ഞാൻ പകുതി അബോധസ്ഥയിലായിരുന്നെങ്കിലും എനിക്ക് കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ അരിയിൽ ആരാ വന്നതെന്നൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം അവരെനിക്ക് മയക്കുമരുന്ന് തന്നിട്ടാണ് ഓരോ ചെയ്തത്. പക്ഷേങ്കിൽ രോഹിത് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലേ ചേച്ചി, അതെനിക്ക് ഉറപ്പാണ്, രോഹിത്തിനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് കരയണോ ചിരിക്കണോ എന്നറിയില്ല. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തൻ്റെ സഹോദരനാ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഒരു പക്ഷെ അതുകൊണ്ടാണോ അവനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തനിക്ക് പുറത്തിറങ്ങണ്ട, താനിവിടെ കിടന്ന് മരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ടാണോ ആ ഒരു ചിന്ത അലീനയുടെ മനസ്സിലേക്ക് വന്നു. അപ്പോഴേക്കും അലീന ചോദിച്ചു, സത്യമാണോ മോളെ നീ പറയണമെന്ന് ചോദിച്ചു. അതെ ചേച്ചി, പക്ഷേ രോഹിത്തിനെ പിടിച്ച കാര്യമൊന്നും എനിക്കങ്ങനെ അറിയണ്ടായിരുന്നില്ല. പിന്നീട് അറിഞ്ഞ് 4 പേരും പ്രതികളാന്നൊക്കെ വന്നു. പക്ഷേ പിന്നീടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചെടുത്തേന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, എനിക്കിപ്പോൾ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേങ്കിൽ അവനിങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന അച്ഛനൊന്നും വിശ്വസിക്കുന്ന പോലും ഇല്ലായിരുന്നു. അവനിങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഒരു പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം എന്നൊരു ചിന്താഗതിക്കാരിയായിരുന്നു ഞാൻ. പക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പം എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നണമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ശരണ്യ ചോദിച്ചു, അല്ല ചേച്ചി, അതെന്താ ചേച്ചി ജോലി ചെയ്യുന്ന വീട്ടിലായതുകൊണ്ടാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അലീന പറഞ്ഞു, അതുകൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞു. പിന്നെ അലീന കൂടുതലൊന്നും പറയാൻ കൂട്ടാക്കില്ല. അലീന പറഞ്ഞു, അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അലീന അവളെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോരുവാണ്. വീട്ടിലേക്ക് വന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പോരുന്നത്. അപ്പോൾ പോരുന്ന സമയത്ത് ശരണ്യയോട് അലീന പറഞ്ഞു, അതെ നാളെ ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരണ്യയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോളിവിടെ വന്നതിന് ശേഷം എൻ്റെ മോൾക്ക് ഇത്ര മാറ്റം ഉണ്ടായത്, പുറത്തൊക്കെ കൊണ്ടുപോയല്ലോ, ഇപ്പം എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ഇനിയിപ്പം പേടിക്കണ്ട ആൻറ്റി, അവളിനി പുറത്തൊക്കെ പോയിക്കോളും. ഇനിയിപ്പം അവളുടെ നേർക്ക് ആര് വന്നാലും അവരെയൊക്കെ അവൾ നേരിട്ടോളും, ആ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അലീനയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. പാവം, അവൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ടും അവന് ക്രൂശിക്കപ്പെട്ടു. പക്ഷേ ഇതിനു മുമ്പ് തന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടാണ് എല്ലാവരും അവനെ ജഡ്ജ് ചെയ്തേ, അവനങ്ങനെ തെറ്റ് ചെയ്ത് കാണും എന്നൊരു വിധി എഴുതിയത് പോലും. അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ വന്നു. ബാലേന്ദ്രൻ വരാൻ വേണ്ടി അലീന കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ബാലേന്ദ്രൻ ഒരു ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അലീന പറഞ്ഞു, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. നീ ഇന്ന് പോയിട്ട് എന്തായി, ആ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ലോ എന്ന് പറഞ്ഞു.
അത് പിന്നെ അച്ഛാ ഇന്ന് ഞാൻ ശരണ്യം കൊണ്ട് പുറത്തു പോയെന്ന് പറഞ്ഞു. പുറത്തോ? അതെ, പുറത്തൊക്കെ ഞാൻ കൊണ്ടുപോയി. അവളെ കൊണ്ട് ക്ഷേത്രത്തിലും പോയി. അവൾ പഴയതുപോലെയൊന്നുമല്ല, ആൾ ഇച്ചിരിയോടെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യാൻ പഠിച്ചെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അച്ഛാ പിന്നെ അവൾ എന്നോട് ഇന്നൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അത് രോഹിത്തിൻ്റെ കാര്യമോ? രോഹിത്തിൻ്റെ കാര്യമോ? അതെ അച്ഛാ, രോഹിത്ത് അവളെ ഉപദ്രവിച്ചിട്ടില്ലാന്ന്. ഉപദ്രവിച്ചിട്ടില്ലാന്നോ? അതെ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞത്. രോഹിത്ത് പ്രതിയല്ലാന്നോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, എന്നിട്ട് പിന്നെ അവനെ തെറ്റ് ചെയ്യുന്ന അത് പിന്നെ അന്ന് ആ പിടികൂടിയ സമയത്ത് അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹരിയൊക്കെ ആയിരിക്കും പറഞ്ഞ ഇവനും കൂടെ ഉണ്ടെന്ന്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവന് നമ്മൾ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ കാണണ്ടെന്നൊക്കെ പറഞ്ഞ് അവന് നല്ല വിഷമം ഉണ്ടച്ചാ. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് അല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ആലോചിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ നമുക്ക് രക്ഷിക്കണം അച്ഛാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്താണെങ്കിലും ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അച്ഛൻ എന്താ പറയണമെന്ന് ചോദിച്ചു. അതെ, തെറ്റ് ചെയ്യാതെ എൻ്റെ മോന് ഈ ശിക്ഷ അനുഭവിച്ച നാണക്കേട്, കുടുംബത്തിന് നാണക്കേട്, മൊത്തത്തിന് നാണക്കേടായല്ലേ. അപ്പം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഈ നാട്ടിൽ പോലീസും നിയമമൊക്കെ ഉണ്ടല്ലോ. ഞാൻ എന്താണല്ലോ ഉറപ്പായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും എന്ന് പറഞ്ഞു. അച്ഛനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇനിയിപ്പം അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ശരണ്യക്കൊക്കെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. ബാലേന്ദ്രൻ പറഞ്ഞു, എൻ്റെ മോൻ മാത്രമല്ല ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിയത്. ഞാൻ, നീയ്, കൃഷ്ണയുടെ ബബിതയുടെ ഒക്കെ പഠിപ്പും കാര്യങ്ങളും പുറത്തിറങ്ങി നടക്കാൻ പറ്റുമായിരുന്നോ? എത്രമാത്രം വേദന അനുഭവിച്ചു. അച്ഛാ ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക അച്ഛാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, ഇല്ല മോളെ, എന്താണെങ്കിലും സത്യം തെളിഞ്ഞല്ലോ. ഇനി എന്താണെങ്കിലും ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകണം. അപ്പോഴേക്കും അലീന ഓർത്ത് ഇനിയിപ്പോൾ എന്തായിരിക്കും, പ്രശ്നമാക്കുമോ? എങ്ങനെയാണെങ്കിലും രോഹിത്തിനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ശരണ്യോട് ചോദിച്ചു കഴിയുമ്പോൾ ശരണ്യ പറയുകയും ചെയ്തു രോഹിത്ത് ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. പിന്നീട് കൃഷ്ണമോളുടെ അടുത്തേക്ക് അലീന എന്നു. കൃഷ്ണമോളോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ കൃഷ്ണമോട് ചോദിച്ചു, സത്യമാണ് ചേച്ചി പറയണമെന്ന് ചോദിച്ചു. അതേ മോളെ, എന്നോട് ശരണ്യ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ രോഹിത്തേണ്ണെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂലേ? അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് മിക്കവാറും പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. അലീന പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് ശരണ്യെ സ്വാധീനിച്ച് ഇനിയിപ്പോൾ രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയിപ്പിച്ചാന്ന് എല്ലാവരും പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിയാ ചേച്ചി, പക്ഷേങ്കിൽ രോഹിത്തേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പില്ലേ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണമെന്ന് ചോദിച്ചു. എനിക്കും അതായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയെ തെറ്റ് ചെയ്യാതെ അവന് ഒരു കാരണവശാൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇത്ര അപമാനം ഭാരവും പേറി അവന് ജയിലിൽ കിടന്ന്, അതൊക്കെ ഓർത്താൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പിന്നീട് രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് അലീന താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ ആ ശരണ്യയ്ക്ക് വല്ല തെറ്റ് പറ്റിയതാണ്. ശരണ്യ ഉറപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ എളുപ്പമാണ്. ശരണ്യ ഒന്ന് മൊഴി കൊടുക്കുന്ന സമയത്ത് രോഹിത്തിൻ്റെ പേര് പറയില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, ഇനിയിപ്പോൾ സ്വാധീനിച്ചാന്നും പറഞ്ഞുകൊണ്ട് അതും ഒരു കാരണമുണ്ട്. ചിലപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ പറയുമായിരിക്കും. രോഗത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം അലീന ചേച്ചി പോയി സ്വാധീനിച്ചാന്നും പറഞ്ഞുകൊണ്ട്. എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല മോളെ, എനിക്ക് അവനെ രക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗോവർദ്ധന എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധനം വന്നു കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനോട് കാര്യങ്ങളൊക്കെ പറയാണ്, ശരണ്യ പറഞ്ഞ കാര്യങ്ങൾ. അത് കേട്ടപ്പോൾ ഗോവർദ്ധനൻ ചോദിച്ചു, സത്യമാണോ ബാലേട്ടാന്ന് ചോദിച്ചു. അതെ, അവൾ അലീനയോട് പറഞ്ഞ കാര്യമാണ്. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് മൂവ് ചെയ്യാം. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ എല്ലാവരും പറയും അലീനയുടെ സ്വാധീനം കൊണ്ട് ശരണ്യ തിരുത്തി പറയണമെന്ന്, രോഹിത്തൊന്നും ചെയ്തിട്ടില്ലാന്ന്. പറയുന്നവർ പറഞ്ഞോട്ടെ, അവരുടെയൊക്കെ വാ മൂടിക്കട്ടെ, എനിക്ക് പറ്റില്ല. എനിക്കെന്താളും എൻ്റെ മോനെ രക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ദൈവങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞെന്ന് പോലും അറിയില്ല. അവൻ്റെ ഭാവി തന്നെ നശിച്ചു പോവുമല്ലായിരുന്നോ? അല്ലെങ്കിൽ തന്നെ മൊത്തം നാണക്കേടായി. അല്ല, ഇനി രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മക്കലിനെ ഒന്ന് കണ്ടു നോക്കാം, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് അലീന മണിശങ്കറെ വിളിക്കുന്നുണ്ട്. മണിശങ്കറെ വിളിച്ച് കാര്യം പറയണം. അത് കേട്ടപ്പം മണിശങ്കർ അന്ത്യാളപ്പൊടി ചോദിച്ചു, സത്യമാണോ നീ പറയണമെന്ന് ചോദിച്ചോ. അതെ, മണിശങ്കറിന് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ അത് തെളിയിക്കാന്ന് പറയുമ്പോൾ അത്ര
എളുപ്പമുള്ള കാര്യമില്ലെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു എനിക്കറിയാം ഇതിൻ്റെ പേര് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരൊരു കാരണവശാലും ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. എന്ത് വില കൊടുത്ത് ഞാൻ അവനെ രക്ഷിച്ചിരിക്കുമെന്ന് അലീന പറയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. എന്തായാലും തൻ്റെ സഹോദരൻ രക്ഷിക്കാനായിട്ട് ആരെയും തലയെ മുറുക്കി അലീന ഇറങ്ങും. കാരണം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞാൽ പിന്നെ അലീന വെറുതെ ഇരിക്കില്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.